നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ത്യൻ ജനത വീണ്ടും തിരഞ്ഞെടുക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. അന്താരാഷ്ട്ര തലത്തിലും ആഭ്യന്തരമായാലും നരേന്ദ്രമോദിയുടെ മൂന്നാം തവണയുള്ള വരവ് ഒരുവിധം എല്ലാ അഭിപ്രായ സർവേകളും ഉറപ്പു പറയുന്നുണ്ട്. എത്ര സീറ്റ് ലഭിക്കും, പ്രതിപക്ഷം പൂർണ്ണമായും അപ്രതീക്ഷമായി പോകുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് ഇനി തീരുമാനം അറിയുവാനുള്ളത്. എന്നാൽ മൂന്നാം തവണ നരേന്ദ്രമോദി വരുന്നത് വെറുതെ ആയിരിക്കുകയില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ആഗോള വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ്. ഒരു വലിയ പ്ലാനുമായിട്ടാണ് മൂന്നാം തവണ നരേന്ദ്രമോദി വരാൻ പോകുന്നതെന്നാണ് റോയിട്ടേഴ്സ് വെളിപ്പെടുത്തുന്നത്. വെറുതെ പറയുകയല്ല, മറിച്ച് കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങളുടെ വാദമെന്നാണ് ഏജൻസി വ്യക്തമാക്കുന്നത്. വെറും 5 വർഷം കൊണ്ട് ഇതുവരെയുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഇരട്ടിയാക്കുക എന്ന വലിയ പ്ലാനാണ് മോദി അണിയറയിൽ ഒരുക്കുന്നത്. എന്നാൽ അതിനുള്ള നടപടികൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഇപ്പോൾ തന്നെ തുടക്കം കുറിച്ചിരിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്ത. തങ്ങൾ കണ്ടു എന്ന് റോയിട്ടേഴ്സ് അവകാശപ്പെടുന്ന രേഖ പ്രകാരം നിലവിൽ ഏകദേശം $3.51 ട്രില്യൺ ഉള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ 2030 $6.69 ട്രില്യണായി വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ മെയ് മാസത്തോടെ പൂർത്തിയാക്കാൻ നരേന്ദ്രമോദി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് എങ്ങനെ നേടാമെന്നതിന്റെ വ്യക്തമായ വിശദാംശങ്ങൾ ലഭ്യമല്ലെങ്കിലും ഇപ്പോൾ നടക്കുന്ന ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗുകൾക്കൊക്കെ ഈ ലക്ഷ്യത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. അടുത്ത 6 വർഷത്തേക്ക് പ്രതിശീർഷക വരുമാനം ഏകദേശം $2,500 നിന്ന് $4,418 ഉയർത്തുകയാണ് നരേന്ദ്രമോദിയുടെ അടുത്ത ലക്ഷ്യം. കോൺഗ്രസ് ഭരണത്തിൽ സാമ്പത്തിക ശക്തി 10ാമതായിരുന്ന ഭാരതം ഇന്ന് 5ാം സ്ഥാനത്താണ്. കൂടാതെ മോദിയുടെ ഗ്യാരണ്ടിയിലെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. കാരണം മോദി ഒരു കാര്യം പറഞ്ഞാൽ അത് നടപ്പാക്കുമെന്ന് ജനങ്ങൾക്കെല്ലാം ഇന്ന് നന്നായിട്ട് അറിയാം. അതിനാൽ തന്നെ വരുന്ന 5 വർഷത്തിനുള്ളിൽ ഭാരതത്തെ 3ാം സാമ്പത്തിക ശക്തിയാക്കി നരേന്ദ്രമോദി മാറ്റിയിരിക്കും. എന്തായാലും ഇന്ത്യക്ക് ഗുണമുള്ള കാര്യങ്ങൾ തന്നെയാണ് BJP അധികാരത്തിലിരിക്കുമ്പോൾ നടക്കുന്നതെന്ന് ചുരുക്കം. വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്.